ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. പിന്നെ പുതുമയാർന്നൊരു ടേസ്റ്റാണ് ഈ ഒരു ഡെസേർട്ടിന്. കാരണം നമ്മളിതിലേക്ക് തേനൊക്കെ ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ തേൻ ചേർക്കുന്നുള്ളൂ, പക്ഷേ ഈ ഒരു ഡെസേർട്ടിന് ആ ഒരു തേനിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു ഡെസേർട്ടിന്. വളരെ ഈസിയാണ് റെഡിയാക്കാൻ. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാനൊന്നുമില്ല. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും മധുരമൊക്കെ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ട്സൊക്കെ തയ്യാറാക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഡെസേർട്ട് എന്തായാലും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത് ഷുവറാണ്. ഈ ഒരു ഹണി ബോക്സ് റെസിപ്പി നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇടുക, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. ഈ ഒരു ഡെസേർട്ടിലേക്ക് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് പാൻകേക്സ് ആണ്. അപ്പോൾ പാൻകേക്ക് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോവാണ്. അതിലേക്കുള്ള ചേരുവകളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് മൈദയിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് നമുക്കിതിലേക്കുള്ള ഡ്രൈ ആയിട്ടുള്ള ചേരുവകൾ. ഇനി വെറ്റായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് വാനില എസൻസ് എടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പിലും കുറച്ച് കുറവ് പാലെടുക്കുന്നുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച പാലല്ല. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മൈദ, 2 പിഞ്ച് ഉപ്പ്, പിന്നെ പഞ്ചസാര, അതുപോലെ ബേക്കിംഗ് പൗഡർ, ഇത് 4ഉം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പാൻ കേക്ക് റെഡിയാക്കാൻ. നമ്മൾ പറയുമ്പോൾ കുറച്ച് ലെങ്തി ആണെന്നുണ്ടാവും, പക്ഷേ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയൊരു ബൗൾ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെറ്റായിട്ടുള്ള ചേരുവകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ ഒരു പാൻ കേക്കിന് കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം എങ്ങനെയായാലും ഒരു 30 മുതൽ 40 മിനിറ്റ് വരെയൊക്കെ പിടിക്കും, എങ്ങനെയായാലും ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും. പക്ഷെ നമുക്ക് ഈ ഒരു പാൻ കേക്ക് വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പാൻ കേക്കാണ്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ പാൻ കേക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു പാൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെറ്റായിട്ടുള്ള ചേരുവകളെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ചേരുവകളില്ല, അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് ഒരുപാട് നേരം മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും കൂടാതെ ആക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കിട്ടിയാൽ മതിയാവും. ശരിക്കും ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്കാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാൻ കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 3-4 പാൻ കേക്ക് ഒരുമിച്ച് റെഡിയാക്കാൻ പറ്റും ഇതുപോലെ വലിയൊരു പാൻ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക. ചൂടായ ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എണ്ണ. ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, വെജിറ്റബിൾ ഓയിൽ. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പാൻ കേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എനിക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാൻ കേക്ക്സ് ആണ് ഇതിലേക്ക് വേണ്ടത്. കാരണം ഞാൻ ചെറിയൊരു സ്ക്വയർ ബോക്സിലാണ് ഈ ഒരു ഹണി ബോക്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പാൻ കേക്ക്സ് തയ്യാറാക്കിയിട്ട് ഞാനിത് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ നല്ല വലുപ്പമുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചെറുതോ ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വശം ഏകദേശം ഒന്ന് റെഡിയായി വന്നാൽ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം.
വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൻ കേക്ക് ആട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കാരണം നമ്മളിതിലേക്ക് കുറച്ച് മാത്രം മധുരം ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് തേനൊക്കെ കൂട്ടി കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡെസേർട്ട് ആക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ നമ്മൾ പാൻ കേക്കൊക്കെ റെഡിയാക്കുമ്പം നമ്മൾ അധികം നേരമൊന്നും ഇത് കുക്ക് ചെയ്യില്ല, ആ ഒരു ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് പുഡിങ്ങോ അല്ലെങ്കിൽ ഡെസേർട്ടല്ല റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഇത് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 വശം ഒന്ന് ചെറുതായിട്ട് ഒരു ഗോൾഡൻ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ പാൻ കേക്ക് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത്രയും നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 2 വശവും നന്നായിട്ട് കുക്കാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്കിത് കണ്ടാലേ അറിയാം, നല്ല ഫ്ലഫിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സ്ചർ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പാൻ കേക്ക്സ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്ന ഡെസേർട്ട്സൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എവിടെ നിന്നാണ് റെസിപ്പി കണ്ടെത്തുന്നത്, എവിടെ നിന്നാണ് എനിക്ക് ഇത്രയും ഡെസേർട്ട്സ് റെസിപ്പീസൊക്കെ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും കിട്ടുന്ന റെസിപ്പീസ് ആണെങ്കിൽ ഞാൻ അവരുടെ പേരൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്യാത്ത പേരുണ്ടെങ്കിൽ അത് ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെടുന്ന റെസിപ്പീസ് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫുൾ ജാർ സോഡയുടെ റെസിപ്പി ഇട്ട പോലെ ഫ്ലോപ്പായി പോകുന്ന ഒരുപാട് ഡെസേർട്ട്സ് റെസിപ്പീസ് ഉണ്ടാവാറുണ്ട്. അതൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടത് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്ക് പൊതുവേ ഡെസേർട്ട്സ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് തയ്യാറാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പരീക്ഷണങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കൽ ഡെസേർട്ട്സിലാണ്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ആണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല ടേസ്റ്റാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ്, പക്ഷെ അത്രയും മെനക്കേടില്ലാത്തൊരു ഡെസേർട്ട് കൂടിയാണ്. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചൂടോട് കൂടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മാക് ടോപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം കേട്ടോ. കേക്കിൻ്റെ പോലെ ഒരുപാട് നന്നായിട്ട് സ്റ്റിഫ് ആണെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം കൊണ്ടാണ് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ മുമ്പുള്ള റെസിപ്പീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ പോലെ ഒരുപാട് അങ്ങോട്ട് സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ബീറ്റ് ചെയ്യുന്നത് നിർത്തി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. പിന്നെ ഈ മാക് ടോപ്പ് വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറായിട്ട് മധുരം ചേർക്കും വേണ്ട. നമ്മളിതിലേക്ക് തേൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു പുഡിങ്ങിൻ്റെ ട്രേ ആണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് നട്ട്സും ഉണക്കമുന്തിരിയും എടുക്കുന്നുണ്ട്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേന് വേണം. തേന് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഡെസേർട്ടിൻ്റെ മെയിനായിട്ട് വരുന്നത് തേനിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാതും നമ്മൾ എല്ലായിടത്തും മധുരം കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസേർട്ട് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഈ പാൻ കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാൻ കേക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഓരോ ലെയറിലും വെച്ച് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു ട്രേയുടെ സൈസ് അനുസരിച്ച് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് പാൻ കേക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ട്രേ കുറച്ച് ചെറുതാണ്. അപ്പോൾ വലിയ ട്രേ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ, ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ലെയറും പാൻ കേക്ക് വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചിലത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ടാവും. ഞാൻ കാണിക്കാം. ഇതുപോലെ ബേസ് ലെയറായിട്ട് പാൻ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ മാക്സിമം സ്പേസൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാൻ കേക്ക്, ആ സ്പേസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ട്രേയുടെ സൈഡിലൂടെ ഇതുപോലെ കുറച്ച് തേൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക.
അതുപോലെ തന്നെ ഈ പാൻ കേക്കിൻ്റെ മുകളിലും കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ തേൻ മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ എല്ലാ ലെയറിലും കുറേശ്ശെ തേൻ നമ്മളിതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സൈഡിലൊക്കെ ഈ ഉണക്കമുന്തിരിയൊക്കെ ഇടാൻ കാരണം നമ്മളത് ഫോട്ടോക്ക് ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. ഇനി അടുത്ത ലെയറായിട്ട് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഒരു ലെയറായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ലെയറും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അധികം മധുരം ഇല്ല. അപ്പം ഇതിലൊന്നും അധികം മധുരം വേണ്ട, കാരണം നമ്മളിതിൻ്റെ മെയിൻ മധുരം തേനായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം വിപ്പിംഗ് ക്രീമിലും വേണ്ട, നമ്മുടെ പാൻ കേക്കിലും വേണ്ട. അപ്പം വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ നമ്മൾ വെച്ച് കൊടുത്ത ശേഷം അടുത്ത ലെയറായിട്ട് നമ്മൾ പാൻ കേക്ക് വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തേന് സൈഡിലൂടെയും മുകളിലൂടെയൊക്കെ ഒന്നുകൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സൈഡിലൂടെ ഈ തേന് ഒഴിച്ചു കൊടുക്കാൻ കാരണം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. നമ്മൾ സൈഡിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ തേനിൻ്റെ ആ ഒരു ടെക്സ്ചർ. ഞാൻ വീണ്ടും നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ പാൻ കേക്കും വിപ്പിംഗ് ക്രീമും കഴിയുന്ന വരെ ഓരോ ലെയറും വെച്ച് കൊടുക്കുക. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. ഈ വിപ്പിംഗ് ക്രീം ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വിപ്പിംഗ് ക്രീമൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കി ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം കൊണ്ടും നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാൻ കേക്കും കഴിഞ്ഞു, വിപ്പിംഗ് ക്രീമും കഴിഞ്ഞു, എല്ലാ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസേർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈ ഒരു ഡെസേർട്ടിൻ്റെ ഈ ഒരു ഹണി ബോക്സിൻ്റെ സൈഡൊക്കെ കാണാൻ. പിന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് മാത്രമാണ്. ഞാൻ എപ്പോഴും നട്ട്സ് അല്ല യൂസ് ചെയ്യാറ്, അപ്പോൾ ഞാൻ ഇത്തവണ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ മുകളിൽ പിസ്റ്റാച്ചോസ് പൗഡർഡ് ആക്കിയുള്ള ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ ഇതിലിടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഡെസേർട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ സൈഡിൽ നമ്മുടെ തേനിൻ്റെ ഒക്കെ കളർ വന്നിട്ട് നല്ലൊരു അട്രാക്റ്റീവാണ്. കഴിക്കാൻ തോന്നുന്നൊരു ഫീലാണ് ഈ ഒരു പുഡിങ്ങിന്. പിന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ട് കട്ട് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കും ചെയ്യാം. കാരണം നമ്മളിതിലേക്ക് ഓരോ ലെയറും കൊടുക്കുന്നത് പാൻ കേക്ക് വെച്ചിട്ടാണ്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാനും പറ്റും. കാരണം പെട്ടെന്ന് മെൽറ്റായി പോവില്ല, നന്നായിട്ട് സെറ്റായി കിട്ടും ചെയ്യും. അപ്പോൾ നമ്മുടെ ഹണി ബോക്സ് ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. പിന്നെ ഹണി ബോക്സ് എന്നുള്ള പേര് ഞാൻ തന്നെ ഇട്ട പേരാണ് കേട്ടോ. കാരണം ഇതിന് മെയിനായിട്ടുള്ള ഫ്ലേവർ ഹണിയാണ്. ആ ഒരു തേൻ്റെ ടേസ്റ്റ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഈ ഒരു ഡെസേർട്ടിന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ വേറെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്